ഇനി നമുക്ക് ഈ 3 വാക്കുകളുണ്ട്. വിഷ്ണു, ശിവം, ബ്രഹ്മം എന്ന് പറഞ്ഞിട്ട്. ബ്രഹ്മം എക്സിസ്റ്റൻസ്, സൃഷ്ടി, പിന്നെന്താണ് ഡിസ്ട്രക്ഷൻ. ഇതാണത്ര ശിവ, ബ്രഹ്മം, വിഷ്ണു. എന്താ ചെയ്യുക അല്ലേ? എന്താ ചെയ്യുക? സംഭവം എന്താണെന്നറിയോ? ഡെൻസിറ്റി, സ്ട്രക്ചർ, അടിസ്ഥാന ഗുണം. ഇന്നത്തെ ഭാഷയിൽ വിളിക്കുന്ന ഈ 3 കാര്യങ്ങളെയാണ് വിഷ്ണു, ശിവം, ബ്രഹ്മം എന്ന് പറയുന്നത്. ശിവ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഗുണം എന്നാണ് അർത്ഥം. ഗോൾഡ് ശിവമാണ്. നമ്മൾ പിന്നെ അതേപോലെ ഒരു ഫലത്തിലെ വിത്തും ശിവമാണ്. നമുക്കുണ്ടാക്കാൻ പറ്റാത്ത, പ്രകൃതിയിൽ സ്വാഭാവികമായിട്ടുള്ളതും നമ്മൾക്കുണ്ടാക്കാൻ പറ്റാത്തതുമായ അടിസ്ഥാന ഗുണത്തെയാണ് ശിവ എന്ന് പറയുന്നത്. ശ് എന്ന് പറഞ്ഞാൽ മതി, ശിവ് എന്ന് പറയും, അല്ലെ ശിവം എന്ന് പറയും. ഗോൾഡ്, കോപ്പർ, അടിസ്ഥാന എലമെൻറ്റുകൾ, വെള്ളം, കല്ല്. അപ്പോൾ ഇതൊക്കെയെല്ലാം ഒറിജിനലി ഉള്ളതാണ്. വിത്ത്, ഇതൊക്കെയാണ് ശിവ എന്ന് പറയുന്നത്. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഉണ്ടാക്കുക, പുതിയ പുതിയ വസ്തുക്കൾ. ഈ ഓരോ വസ്തുക്കളെ അടിസ്ഥാന ഗുണമുണ്ടത്, അതാണ് ശിവം. അപ്പോൾ വിഷ്ണു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി, എണ്ണങ്ങളാണ്. എണ്ണവും ഡെൻസിറ്റി ഒരുപോലെ വരുമെന്ന് നമുക്കറിയാം. എണ്ണം. വിഷ്ണു എന്ന് പറഞ്ഞാൽ, ക്ഷണ എന്ന് പറഞ്ഞാൽ കഷണം എന്ന് നമ്മൾ എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? ക്ഷണം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ക്ഷണം, അതായത് കാലത്തെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനത്തെ റിലേറ്റീവ് ആയിട്ടുള്ള സ്മോളർ സ്പേസിനെയാണ് ക്ഷണം എന്ന് പറയുന്നത്. ആ ക്ഷണത്തിൽ, അത്രയും സ്പേസിലിരിക്കുന്ന ഒരു മാറ്ററിനെ, ഒരു വസ്തുവിനെ നമ്മൾ കണം എന്ന് പറയും. അപ്പോൾ കഷണം എന്ന് പറയുന്നതാണ് ക്ഷണം. അഷ്ണ എന്ന് പറയുന്നതാണ് വിഷ്ണു. മനസ്സിലായോ? അതെന്താ ഉദ്ദേശിക്കുന്നത്? ഡെൻസിറ്റിയാണ്. നമ്മൾക്കിപ്പോൾ ഏറ്റവും ചെറിയ അംശത്തിലുള്ള വസ്തുക്കളെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഒരു വസ്തുവിൻ്റെ ഡെൻസിറ്റിയെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്ന ആസ്പെക്റ്റാണ്. അപ്പോൾ എണ്ണങ്ങൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കണം. നമ്മൾക്ക് അടിസ്ഥാന ഗുണമുണ്ടെങ്കിലും അവയുടെ ഡെൻസിറ്റി അതിനെ സംബന്ധിച്ചതാണ്. ഡെൻസിറ്റിയും എണ്ണങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണ് വിഷ്ണു എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടുള്ള? നമ്മൾ ഏതൊരു വസ്തു ഉണ്ടാക്കുമ്പോഴും. അതിലോട്ട് ഞാൻ വരാം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ, ബ്രാഹ്മ എന്ന് പറഞ്ഞാൽ ഒരു ഫെനോമിന ഉണ്ടാകുന്നതിൻ്റെ ഉള്ളിലുള്ള ഈ അടിസ്ഥാന ഗുണങ്ങളെയും എണ്ണങ്ങളെയും ക്രമമായിട്ട് നമ്മൾ സ്ട്രക്ചറൈസ് ചെയ്യുന്നതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന ബ്ലൂ പ്രിൻ്റ് എന്ന് പറയും. ഇന്നത്തെ കാലഘട്ടത്തിലെ വാക്കിൻ്റെ പേരാണ് ബ്ലൂ പ്രിൻ്റ്. എന്തുകൊണ്ടാണ് അതിന് ബ്ലൂ എന്ന് പറയുന്നതും ബ്ര എന്ന് പറയുന്നതും? എല്ല് ഉപയോഗിക്കാം, ആറ് ഉപയോഗിക്കാം. ബ്ലൂ എന്നോ ബ്ര എന്നോ പറയാം. അപ്പോൾ ബ്ലൂ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു, ഇപ്പോൾ ഒരു കാർ എടുത്തോ, കാറിന് ആദ്യം ഒരാൾ മനസ്സിൽ ആദ്യമായിട്ട് കാണും ഇങ്ങനൊരു ഡിസൈൻ ഉണ്ടാക്കാം, ഇങ്ങനത്തെ ഒരു രീതിയിൽ എന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സിലൊരു ഇമാജിനേഷൻ വരുമ്പോൾ അയാൾ ആ പിക്ചറൈസേഷൻ വരക്കുകയാണ്, അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കുകയാണ്, അതിൻ്റെ മെഷർമെൻറ്റുകളും കാര്യങ്ങളും ഇതെല്ലാം വെച്ച് കറക്റ്റായിട്ടൊരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കുന്നതിനാണ് ബ്രഹം എന്ന് പറഞ്ഞാൽ. ആ ബ്രഹം വ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആവിഷ്കരിക്കുക, അതാണ് ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ രൂപകൽപ്പന ചെയ്യുന്നവൻ ആരാണ്? ബ്രഹ്മാവ്. അവൻ്റെ ഉള്ളിലാണ് ഈ ഐഡിയ വരുന്നത്, എന്നിട്ട് അവനെ ബ്ലൂ പ്രിൻ്റ് ആക്കുകയാണ്, അതാണ് ബ്രഹ്മാവ്. അപ്പോൾ ഉണ്ടാക്കിയതിനെ ബ്രഹം എന്ന് പറയും. രണ്ടാമത്തത്, ഈ സാധനം ഇനി കൊണ്ടുപോയിട്ട് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ അടിസ്ഥാന ഗുണങ്ങൾ വേണം, വസ്തുക്കൾ വേണം. അതായത് ഒരു കാർ ഉണ്ടാക്കണം, ഇരുമ്പ്, പ്ലാസ്റ്റിക്, റബ്ബർ, ഇങ്ങനെയുള്ള അടിസ്ഥാന ഗുണങ്ങളാണ് നമ്മളവിടെ കമ്പൈൻ ചെയ്യുക. മനസ്സിലായോ? അതുപോലെ പെട്രോള്, ഇതെല്ലാം അടിസ്ഥാന ഗുണങ്ങൾ, ഇതെല്ലാം കമ്പൈൻ ചെയ്തെടുക്കുന്നതാണ് അല്ലേ. എനർജി ആയിട്ട് ഉപയോഗിക്കുന്ന പെട്രോൾ എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന ഗുണമാണ്. അപ്പോൾ പെട്രോൾ അടിസ്ഥാന ഗുണമാണോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കാരണം പെട്രോളിൻ്റെയും പിന്നിൽ അതിനൊരു ഫാക്കൽറ്റി ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് പെട്രോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരിക്കാം.
അപ്പോൾ അത് ചിലപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റുള്ളതായിരിക്കും. കാരണം ഭൂമിക്കടിയിൽ കിടന്ന് ഇങ്ങനെ പല വസ്തുക്കൾ കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റാണ് പെട്രോൾ എന്ന് പറയുകയാണെങ്കിൽ അതൊരു അടിസ്ഥാന ഗുണമായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ അടിസ്ഥാന ഗുണങ്ങൾ നമുക്കവിടെ വേണം. എന്നിട്ട് ഈ അടിസ്ഥാന ഗുണങ്ങളുടെ എണ്ണവും ഷെയ്പ്പും എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് ബ്രഹ്മത്തിൽ വരുന്നത്. ഇപ്പം നമ്മളൊരു വീലെടുത്ത റബ്ബറാണ് അല്ലേ, റബ്ബറാണല്ലോ അതിൻ്റെ അകത്തുള്ളത്. പിന്നെ അതിൻ്റെ അകത്ത് അലോയി ഉണ്ട്, അതായത് എന്ത് മെറ്റൽ ഉപയോഗിച്ചാലും. ഇതിൻ്റെ ഷെയ്പ്പിനെ സംബന്ധിച്ചുള്ളത് ബ്രഹവും. പക്ഷേ ആ റബ്ബറെന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അകത്ത് ആ വീലുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റബ്ബറിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ട്. മനസ്സിലായി, എത്ര സൈസ് ഉള്ളത്. അല്ലെങ്കിൽ ആ ഒരു അലോയി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി ഉണ്ട്. ആ ഡെൻസിറ്റി എന്ന് പറയുന്ന കാര്യവും എണ്ണങ്ങൾ എന്ന് പറയുന്ന കാര്യവുമാണ് പിന്നെ വരുന്ന കാര്യം. ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് ബ്രഹ്മം ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് മൂന്നും കൂടി നമ്മളൊരു കാറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു കാർ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്ന് പറയുമ്പോൾ നമുക്ക് വീലുണ്ട്, മറ്റേ എഞ്ചിനുണ്ട്, ഇതൊക്കെ എല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? അടിസ്ഥാന ഗുണങ്ങൾ വേണം. ഇരുമ്പ് വേണം, സ്റ്റീൽ വേണം, റബ്ബർ വേണം, പ്ലാസ്റ്റിക് വേണം. ഇതാണ് നമ്മൾ പറയുന്ന ശിവ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ ഡെൻസിറ്റിയാണ്, അതിൻ്റെ എണ്ണവും ഡെൻസിറ്റിയും. ഈ മൂന്ന് തത്വങ്ങളാണ് നിങ്ങൾ ഏത് വസ്തുവിൽ നോക്കിയാലും കാണാൻ പറ്റുക. മനസ്സിലായോ? ഏത് വസ്തുവിലും നോക്കിയാലും കാണാൻ പറ്റുക. ഏതൊരു വസ്തു നിങ്ങളെടുത്തോ ഈ മൂന്ന് കാര്യങ്ങളുണ്ടാവും. മനസ്സിലായോ? ഇത് എങ്ങനെയൊക്കെയാണ് ഡിസ്ട്രക്ഷൻ ആയെന്ന് നമുക്കറിയത്തില്ല. ശിവ എന്ന് പറയുന്നത് അടിസ്ഥാന ഗുണം എങ്ങനെ ഡിസ്ട്രക്ഷൻ ആവണം, ഗോളിന് എങ്ങനെ ഡിസ്ട്രക്ഷൻ ആവണം, അതിൽ എങ്ങനെ ഇങ്ങനെയുള്ള ആശയത്തിലോട്ടൊക്കെ എത്തിയെന്നാണ് ആലോചിക്കുന്നത്. അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം പോലും അറിയത്തില്ല. ജിവ് എന്ന് പറഞ്ഞത് മനസ്സിലായി. അപ്പോൾ എന്തോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾ ഏതൊരു വസ്തു എടുത്തോ ഇത് മൂന്നും, അതായത് എണ്ണം, ഡെൻസിറ്റി അല്ലെങ്കിൽ സൈസ് എന്ന് പറയുന്നത്, അത് സൈസ് എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ ഡെൻസിറ്റി ആയിട്ട് പറയുക. ഷെയ്പ്പല്ല, ഷെയ്പ്പ് വരുന്ന ബ്രഹത്തിലാണ്. അപ്പോൾ എണ്ണം, ഡെൻസിറ്റി, മറ്റേത് അടിസ്ഥാന ഗുണം, പിന്നെ ബ്ലൂ പ്രിൻ്റാണ്. ഏതൊരു വസ്തു എടുത്താലും ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ട്. ആ ബ്ലൂ പ്രിൻ്റ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ടാണ് ആ ഷേപ്പിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അതിനൊരു ബ്ലൂ പ്രിൻ്റ്. അതാണ് നമ്മളിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഇന്ന് ഇത് ചെയ്യാൻ പറ്റുമല്ലോ, നമുക്ക് പ്രിൻ്റ്, മറ്റേ പ്ലാസ്റ്റിക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടർ പ്രിൻറ്റിങ്, മറ്റേ ഇത് വസ്തുക്കൾ നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാം. മനസ്സിലായോ? നമ്മൾ ആ ഡിസൈൻ ഉണ്ടാക്കി, ആ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ബ്രഹമാണ്. ആ ബ്രഹം ഉണ്ടാക്കിയിട്ട് ആ മെഷീനിലോട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഒരു വലിയ ഇതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് വെച്ച് ആ ഷേപ്പിൽ നമുക്ക് ആക്കി തരും. അതിലുപയോഗിക്കുന്ന പ്ലാസ്റ്റിക് എന്നാണ് അത് അടിസ്ഥാന ഗുണമായിട്ട് കണക്കാക്കുക. മനസ്സിലായി? പക്ഷേ ഇനി അതിന് എന്തുണ്ട്? ആ ഓരോ ഷേപ്പുകളും വരുന്നതിന് ഓരോ ഏരിയയിലോട്ടും ഓരോ ഡെൻസിറ്റി ഉണ്ടാവും. ഓരോ വശത്തോട്ടും വരുന്നതിന് ഡെൻസിറ്റി ഉണ്ടാവും. എല്ലാം കൂടി ഒരുമിച്ച് ഒറ്റ ഡെൻസിറ്റി ആണെങ്കിൽ നമുക്ക് ഉരുണ്ട ഒരു ബോളേ കിട്ടത്തുള്ളൂ. പക്ഷേ ഒരു മനുഷ്യരുണ്ടാക്കുകയാണെങ്കിൽ ചെവിയുടെ ഭാഗത്ത് വരുമ്പോൾ അതിനെത്ര ഡെൻസിറ്റി വേണം, മറ്റേത് വേണം, മറിച്ച് അങ്ങനെ ഓരോ ഏരിയയിലോട്ടുമുള്ള ആ ഡെൻസിറ്റിയുടെ തലങ്ങളുണ്ട്. നമ്മൾ ഏതൊരു വസ്തു എടുത്തു കഴിഞ്ഞാലും നമുക്കത് കാണാം. ആ വസ്തുവിനെ മൊത്തത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എണ്ണങ്ങളെന്ന് പറയുന്ന രീതിയിൽ കണക്കാക്കാം. വീൽ എത്ര, എൻജിൻ 1 എന്നൊക്കെ പറയുന്ന തലങ്ങളും ആ വിഷ്ണു എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. അതാണ് വിഷ്ണു, ശിവം, ബ്രഹ്മം എന്ന് പറഞ്ഞത്. എണ്ണം, ഡെൻസിറ്റി, അടിസ്ഥാന ഗുണം, പിന്നെ ഡിസൈൻ, സ്ട്രക്ചറൽ ഡിസൈൻ. ഈ മൂന്ന് കാര്യങ്ങളും നമ്മളെപ്പോഴും ഒരു കാര്യം ഉണ്ടാക്കുമ്പോൾ ഈ അടിസ്ഥാന മൂന്ന് കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പിച്ച് എടുക്കുകയെന്ന് വിചാരിച്ചു. ഒരു പിച്ച് നമ്മൾ കേട്ടു. ആ പിച്ചിന് മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പിച്ച് നമ്മൾ സൗണ്ട് കേൾക്കണം. മനസ്സിലായോ? ആ സൗണ്ട് നമ്മൾ കേൾക്കുമ്പോൾ അതൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ആണെന്ന് നമുക്ക് തോന്നുന്നതിൻ്റെ കാര്യം വിഷ്ണുവിൻ്റെ പ്രിൻസിപ്പിളാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റിയാണ് ആ പിച്ചിന് കാരണമാകുന്നത്. മനസ്സിലായോ? ഡെൻസിറ്റിയും അതിൻ്റെ നീളവും, സൈസ് എന്ന് പറയാം, ആ നീളവുമാണ് ആ പർട്ടിക്കുലർ ഒരു പിച്ചായിട്ട് നമുക്ക് കേൾക്കുന്നത്. ഇനി അത് ഇന്ന സാധനമാണ് എന്ന് നമുക്ക് തിരിച്ചറിയണം. ഇപ്പോൾ അതൊരു ഫ്ലൂട്ടാണോ അല്ലെങ്കിൽ അതൊരു വയലിനാണോ തിരിച്ചറിയണം. അതാണ് ശിവ. ഏത് ഗുണമാണ് എന്ന് തിരിച്ചറിയുക, ഏത് ഗുണത്തിൽ നിന്നാണ് അത് ഉണ്ടായിരുന്നുള്ളത്, അതാണ് ശിവം. ഇനി ആ സൗണ്ടിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സാധനം കൂടിയുണ്ട്, ഹാർമോണിക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്.
ഈ ഹാർമോണിക്സ് എന്ന് പറയുന്നത് ഒരു പിച്ചിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന അനേകം പിച്ചുകളുടെ ഒരു ശൃംഖലയാണ്. ആ ശൃംഖല കൂടിച്ചേരുമ്പോഴാണ് ഇതെല്ലാം കറക്റ്റ് ആവുന്നത്. ആ സാധനം ഇല്ലെങ്കിൽ അതിനെ സൈൻ വേവ് എന്നാണ് പറയുന്നത്. സൈൻ വേവ് എന്ന് പറഞ്ഞാൽ ബ്രഹമില്ലാത്ത ശബ്ദത്തെയാണ് സൈൻ വേവ്. അതൊന്ന് പ്രകൃതിയിൽ ഒരിടത്തും അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സൈൻ വേവ് ഒരു ഫാലസിയാണ് എന്ന് പറഞ്ഞാൽ അതില്ല, ഭൂമിയിലില്ല. പക്ഷെ അതെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഡിജിറ്റൽ വേൾഡിൽ നമുക്കൊരു സൈൻ വേവ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത് മൊട്ടട്ടോൺ എന്ന് പറയും, സൈൻ വേവ്. അത് ഭൂമിയിൽ ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യത്തില്ല. അത് നമുക്ക് മെക്കാനിക്കലി നമുക്ക് സിഗ്നൽ വെച്ചിട്ട് ഒരു മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കാം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഭൂമിയിൽ ഒരിക്കലും അത് എക്സിസ്റ്റ് ചെയ്യത്തില്ല നാച്ചുറൽ വേൾഡിൽ. ഇതാണ്. അപ്പോൾ ഒരു പിച്ച് എന്ന് പറയുന്നതിന് എന്താണ്? ശിവമാണ്, വിഷ്ണുവാണ്, ബ്രഹ്മമാണ്. മനസ്സിലായോ? ഇത് ഏത് മേഖല എടുത്താലും, ഇനി ഒരു മെലഡി എടുത്തു കഴിഞ്ഞാലും ആ മെലഡീനെ ഇതേപോലെ മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും. ഇങ്ങനെ ഏത് സ്ഥലം എടുത്തു കഴിഞ്ഞാലും അവിടെ നമുക്ക് ആ വസ്തു നിലനിൽക്കുന്നതിന് ഇപ്പം മെലഡി എന്ന് പറഞ്ഞാൽ പിന്നെ മെലഡിയാണ് അവിടുത്തെ ഒരു രൂപമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഒരു പിച്ച് എടുത്തു കഴിഞ്ഞാൽ പിച്ചിനെയാണ് നമ്മൾ രൂപമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ആ രൂപം ഉണ്ടാകുന്നതിന് ഈ 3 കാരണങ്ങളുണ്ട്. ഇനി ഒരു മെലഡി എടുത്തു കഴിഞ്ഞാൽ ആ മെലഡി എന്ന് പറയുന്ന ആസ്പെക്റ്റ് ഉണ്ടാകുന്നതിന് 3 കാരണങ്ങളുണ്ടാകും. അവിടെയും ശിവനും വിഷ്ണുവും ബ്രഹ്മവുമുണ്ട്. എന്താണിത്? ഇത് വ്യക്തികളല്ല, ആ 3 സ്ട്രക്ചറിൻ്റെ പേരാണ് കേട്ടോ.